ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ജി സ്റ്റാറിൻ്റെ ഒരു 5.1 പ്രീ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു പ്രീ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റിമോട്ട് കിറ്റ് വരുന്നുണ്ട്. ജി സ്റ്റാറിൻ്റെ തന്നെ 5.1 റിമോട്ട് കിറ്റ് വരുന്നുണ്ട്. അതേ റിമോട്ട് കിറ്റ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രീ ആമ്പായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇവിടെ മറ്റുള്ള ആ ഒരു റിമോട്ട് കിറ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിനകത്തുള്ളത്. ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ എയർടെല്ലിൻ്റെ ആണ്. എയർടെല്ലിൻ്റെ നല്ലൊരു പവർ സപ്ലൈ ആണ്. കാര്യം ഇത് എയർടെല്ലിൻ്റെ എടുക്കാൻ കാരണം ഈ ഒരു പവർ സപ്ലൈ ആ എയർടെല്ലിൻ്റെ ഡിഷിൽ വരുന്നതാണ്, ഡിഷ് ബോക്സിൽ വരുന്നതാണ്. അപ്പോൾ ഇത് വളരെ നോയ്സ് കുറവാണ്. ഈ ഒരു പവർ സപ്ലൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നോയ്സ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില വീഡിയോകളിൽ ഞാൻ പറയാറുള്ളത് നല്ല SMPC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ബ്ലൂടൂത്ത് മോഡ്യൂൾ പോലെയുള്ള സാധനങ്ങളിൽ, റിമോട്ട് കിറ്റ് പോലുള്ള സാധനങ്ങളിൽ വളരെ നോയ്സ് കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതുപോലുള്ളൊരു നല്ലൊരു അഡാപ്റ്ററാണ്. ഈ ഒരു പവർ അഡാപ്റ്റർ വാങ്ങിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നോയ്സ്ലെസ് ആയിട്ടുള്ള ഒരു SMPS നിർമ്മിക്കാൻ, അല്ലെങ്കിൽ SMPS ആയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ നോർമലി ചെയ്യുന്നത് ഇതുപോലെ വാങ്ങിയിട്ട് ഇതിനെ പൊളിച്ചിട്ട് അതിനകത്തുള്ള ആ ഒരു ബോർഡിനെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എയർ സർക്കുലേഷൻ കിട്ടുമ്പോൾ അത് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത കുറച്ചും കൂടെ ലൈഫ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കിട്ടും എന്നുള്ളതാണ്. ഇത് മൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഹീറ്റ് നമ്മുടെ ആമ്പിനകത്ത് കയറുന്ന സമയത്ത് പിന്നെ ഹീറ്റായിട്ട് അതിൻ്റെ ഹീറ്റ് പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇതിനെ ഇളക്കിയിട്ട് കവറിനെ ഇളക്കിയിട്ട് അതിനകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആമിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു USB, ഈ ഫ്രണ്ടിലൊരു USB വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ പുറകിലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് നല്ലൊരു പാനലൊക്കെ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാനലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളിതിൻ്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് FM-ൻ്റെ ആൻറ്റിനയാണ്. ഇത് മാത്രമാണ് ഇതിനകത്ത് ഒരു കുറവായിട്ട് നമുക്ക് പറയാനായിട്ടുള്ള ഒരു വയർ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇത്രയും ഒരു നല്ല രീതിയിൽ ചെയ്തിട്ട് ഇതൊരു വയർ മാത്രമാക്കി ഒതുക്കിയത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പകരം ഒരു ആൻറ്റിന ആണെങ്കിൽ നമുക്കിവിടെ കൊടുക്കാമായിരുന്നു, ഒരു ചെറിയ ആൻറ്റിന വെച്ച് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ആൻറ്റിന കണക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു RC സോക്കറ്റ് പോലത്തെ ഒരു സോക്കറ്റ് സൈഡിൽ കൊടുത്താലും മതിയായിരുന്നു. അത് മാത്രമേ കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ 1 വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ 2 വരുന്നുണ്ട്, കോആക്സിൽ 1, കോആക്സിൽ 2 വരുന്നുണ്ട്. കൂടാതെ HDMI ARC കണക്ടർ വരുന്നുണ്ട്, പിന്നെ ഓക്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ആഡിയോ ഔട്ട്പുട്ടാണ്. FL, SR, SL, SWC സെൻറ്ററാണ് ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം അവിടെ പുറകിൽ വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇവിടെ വരുന്നത്. ആ അഡാപ്റ്റർ നമുക്ക് ജസ്റ്റ് ഈ ഒരു അഡാപ്റ്റർ നമുക്ക് ഇതായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്ത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആമ്പ് ഓൺ ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. LED ഡിസ്പ്ലേ ആണ്, ഒരു വൈറ്റ് കളർ LED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇപ്പം നിൽക്കുന്നത് ബ്ലൂടൂത്തിലാണ്. അപ്പോൾ ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ ഈ ബ്ലൂടൂത്തിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ഇതുകൊണ്ട് സിമ്പിളുണ്ട്, അത് മിന്നി മിന്നി കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് PCM എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇതിൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ എല്ലാം ഓളിയം, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ഇതിൻ്റെ എല്ലാം ഓളിയം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ നമുക്ക് റിമോട്ടിൽ, ഈ കാണുന്ന പോലെ റിമോട്ടിനകത്തും ഓരോ ചാനൽ സെപ്പറേറ്റ് നമുക്ക് ഓളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും എന്നുള്ളത് ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ പ്രത്യേകതയായിട്ടാണ് ഉള്ളത്. പിന്നെ അടിപൊളിയായിട്ടുള്ള റിമോട്ട് നമുക്ക് ഇവിടെ തരുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. അതിനകത്ത് ഉണ്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സ്വിച്ചസ് ആണ് വരുന്നത്. അതിനകത്ത് വരുന്ന സ്വിച്ചസ് നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. മറ്റേ പഴയതാണെങ്കിൽ റബ്ബർ പോലത്തെ ഒരു സാധനമാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, ആ ഒരു സ്വിച്ചാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാതിരിക്കാനുള്ള സാധ്യത നമുക്കിവിടെ വളരെ പതുക്കെ പ്രസ് ചെയ്താൽ മതി. നമ്മൾ ഓവറായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ കംപ്ലൈൻറ്റ് ആയി പോകുന്നത്. വളരെ പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടുള്ളത് ഇത് റിമോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതുകൊണ്ട് സ്റ്റീരിയോയും 5.1 നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അത് നല്ലൊരു കാര്യമാണ്. സ്റ്റീരിയോ ആയിട്ട് നമുക്ക് 5.1 ആയിട്ട് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. FM, ഓക്സ്, BT, USB എന്നുള്ള ഇത്രയും ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ 1, 2, ARC, കോആക്സിൽ 1, കോആക്സിൽ 2 ഇത്രയും സെറ്റപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓൺ ഓഫ് സ്വിച്ചും വരുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു സെറ്റപ്പിൽ എല്ലാ കാര്യങ്ങളും റിമോട്ടിലും വരുന്നുണ്ട്. മ്യൂട്ട് ചെയ്യുന്നതിന് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സാധനം അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ തന്നെ ഇവിടെ ഒരു സെലക്ടർ സ്വിച്ച് അല്ലാതെ വരുന്നുണ്ട്. ഈ ഒരു സെലക്ടർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് FM, കൂടാതെ ഓക്സ്, കൂടാതെ കോആക്സിൽ 1, കോആക്സിൽ 2, ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2,
ARC ഇത്രയും സെറ്റപ്പ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സ്വിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഡോൾബി DTS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ എല്ലാവർക്കും ഡോൾബി DTS ഉള്ള ഒരു സെറ്റ് വേണമെന്നാണ് ആഗ്രഹം. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ പഴയ റിമോട്ട് കിറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഒരുപാട് പേര് 4-5 വർഷം മുമ്പുള്ള പഴയ ഒരു റിമോട്ട് കിറ്റൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ വേണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനും ഈ ഒരു സാധനം ഉപകരിക്കും. കാര്യം ആ ഒരു റിമോട്ട് കിറ്റിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ 5 ചാനലിൻ്റെ ആ ഇൻപുട്ട് സെക്ഷൻ വരുന്ന വയേഴ്സ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നീളം കൂട്ടിയതിന് ശേഷം ആമ്പിൻ്റെ പുറകിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു RC സോക്കറ്റ് ഇട്ട് ഒരു 5.1 ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആമ്പിൻ്റെ ഔട്ട്പുട്ട്, ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ഡയറക്റ്റ് നമുക്ക് അതിലോട്ട് കൊടുത്ത് നമ്മുടെ പവർ ആമ്പുകൾ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു 5.1 ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് മൊബൈൽ TVയുടെ അടുത്ത് വെച്ചിട്ട് ബൈ ആമ്പ്, നമുക്ക് ചെയ്യുന്ന ബൈ ആമ്പ് TVയുടെ അടിയിൽ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് സ്ഥലമില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബൈ ആമ്പിനെ TVയുടെ അടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അതിനെ പവർ സപ്ലൈ ഓൺ ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ലൊരു ഓപ്ഷനായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കാണാനും ഭംഗിയും കൂടെ ഉണ്ട്. നോർമലി നമുക്ക് സാധാരണ ഒരു റിമോട്ട് കിറ്റ് ആണെങ്കിലും ഒരു ബ്രാൻഡഡ് ലുക്കിലൊക്കെ അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. G-Star ആണ് ഈ പ്രോഡക്റ്റ് ഇറക്കുന്നത്. ഇവിടെ പുഷ് ബട്ടൺ വരുന്നുണ്ടെന്നുള്ളൊരു പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പോൾ സാധനം കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓഫ് ആവുന്ന ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. സാധാരണ ചില കിറ്റുകളിലൊക്കെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് പവർ ഓഫ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അതിനകത്ത് വരുന്നുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ അവിടെ അത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരു പവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇത് ഓഫാവുകയും ചെയ്യും എന്നുള്ള ഓപ്ഷനും കൂടെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് DTS പോലെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. അത് DTSO അല്ലെങ്കിൽ ഡോൾബി പോലെയുള്ള എന്തെങ്കിലും ഒരു ഫയൽ പ്ലേ ചെയ്ത് വരുമ്പോഴായിരിക്കും അത് ഇതിനകത്ത് സപ്പോർട്ടഡ് ആയിട്ട് വരുന്നത്. ആ സമയത്ത് ഇവിടെ എഴുതി കാണിക്കും. ഡോൾബി ആണെങ്കിൽ DTS ആണെങ്കിൽ ഇവിടെ അത് എഴുതി കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ വിലയും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇപ്പം ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ്. അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ അടുത്ത് പോയിട്ട് വില ചോദിക്കാവുന്നതാണ്. ഏത് സ്ഥലത്ത് കിട്ടുന്നതിനെ കാട്ടി ഓഫറായിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നതാണ്. കാര്യം വില കുറവാണ്. അവിടെ മറ്റുള്ള കടകളെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരുപാട് വില കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വില കുറവാണെന്നുള്ളത്. നിങ്ങൾക്ക് ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അറിയാൻ പറ്റും. ആ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പരസ്യമായിട്ട് നിങ്ങൾ കാണേണ്ട. ആ ഒരു കടയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു ആമ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആമ്പിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്തും പോയിട്ട് ആ കടയിൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും റിമോട്ട് കിറ്റ്, ബനാന സോക്കറ്റ്, RC സോക്കറ്റുകൾ, ക്യാബിനറ്റ്, ട്രാൻസ്ഫോമർ, പവർ സപ്ലൈ, കപ്പാസിറ്റർ, എല്ലാ സാധനവും നിങ്ങൾക്ക് LED ലൈറ്റുകൾ, എല്ലാ സാധനവും നിങ്ങൾക്ക് ആ ഒറ്റ ഷോപ്പിൽ ഇങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടാതെ വിലയും വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിമോട്ട് കിറ്റ് മാത്രം, അതായത് ഇതിനകത്തുള്ള ആ ഒരു റിമോട്ട് കിറ്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടും. ഒരു 4800 4700 രൂപയ്ക്കകത്താണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും. ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ആ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവർ ആ സാധനം നിങ്ങൾക്ക് എടുത്തു തരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും. കാര്യം 4000 രൂപ അല്ലെങ്കിൽ 5000 രൂപയ്ക്കകത്തുള്ള വിലയെന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ആവശ്യം വന്നില്ലെന്നും പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അവർ ഈ സാധനം എടുത്ത് തരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും തന്നെയാണ് വീഡിയോ. കാര്യം ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനായിട്ടില്ല. ഇതിൽ കാര്യം റിമോട്ട് കിറ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാര്യം ഒരു റെഡിമെയ്ഡായിട്ട് അവർ ചെയ്തു വെച്ചിങ്ങനെ പവർ സപ്ലൈ എല്ലാം കൊടുത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ലൈഫ് ലോങ്ങിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ചേട്ടന്മാർക്കും ബൈ ബൈ, സീ യു.